ഹൈദരാബാദിലെ ഒഫീഷ്യൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് തിരികെ മുംബൈയിലേക്കുള്ള യാത്ര. ഫ്ലൈറ്റ് ടേക്ക് ഓൺ ആകുമ്പോൾ ഉയർന്ന നെഞ്ചിടിപ്പോടെ അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു. അഫി. ശ്വാസമെടുക്കാൻ അവൾക്ക് വല്ലാത്ത പ്രയാസം തോന്നി. അവൻ്റെ കൈകൾ പിൻഭാഗത്ത് നിന്ന് താഴേക്കും മേലേക്കും ചലിച്ചു. എൻ്റെ പെണ്ണെ, പേടി ഇതേവരെ മാറിയില്ലേ? അവൾ തല ഉയർത്തി ചുണ്ട് ചുളുക്കി. ശ്വാസം വരാത്തതുപോലെ നെഞ്ചു വേദനിക്കുന്നു. അഫി ചുറ്റിനും ഒന്ന് നോക്കി. ഫ്ലൈറ്റ് ആയിപ്പോയി. ഇല്ലേൽ ഒരു ഫ്രഞ്ച് ഞാൻ തന്നേനെ. അവളുടെ ചുണ്ടിൽ പതിയെ വിരൽ വെച്ചു. വിൽ യു മാരി മീ? വീണ്ടും അവൻ്റെ ചോദ്യം. അവൾ കണ്ണുകൾ അടച്ച് അവൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചു. മുംബൈ എയർപോർട്ടിന് പുറത്തിറങ്ങുമ്പോൾ അഭിമന്യു എന്ന ബോർഡും പിടിച്ച് ഒരാൾ നിൽക്കുന്നു. അവളെ ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നടന്നു. വേണ്ട. ലക്ഷ്മി അകന്നു മാറാൻ തുടങ്ങി. എന്തുകൊണ്ട്? ഇവിടെ നിന്നെ പരിചയമുള്ള ആരുമില്ല. എന്നെ അറിയില്ല, സാറിനെ അറിയാലോ. ഓ അങ്ങനെ. ഈ സാറിൻ്റെ സ്വഭാവം ഇവിടെ അങ്ങനെ ആർക്കും അറിയില്ല സീത. ഞാനെല്ലാം സീക്രട്ടായിട്ട് നടത്തുന്ന ആളാ. എന്നാലും വേണ്ട. PS-നെ കെട്ടിപ്പിടിക്കുന്നത് അത്ര നല്ല ശീലമല്ല. അഫി പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൻ മുന്നേ നടന്നു, അവൾ പിന്നാലെയും. ബോർഡും പിടിച്ചു നിന്ന യുവാവ് ഒരു പുഞ്ചിരിയോടെ ബൊക്കെ അവന് മുന്നിലേക്ക് നീട്ടി. ഹാവ് എ നൈസ് ഡേ സാർ. താങ്ക് യു. അഫി ബൊക്കെ വാങ്ങി ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തു. ലവ് യു സീത. നേർത്ത സ്വരം. അവനിപ്പോൾ ഇതൊരു പതിവാണ്. കാറിലിരിക്കുമ്പോൾ ലക്ഷ്മിയുടെ ചുണ്ടിൽ പുഞ്ചിരി മാത്രമായിരുന്നു. അഫി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൾ കൈ പിന്നിലേക്ക് വലിച്ചു. ഡ്രസ്സുകൾ ഇഷ്ടമായോ ലക്ഷ്മി? കംഫർട്ടബിൾ അല്ലേ? ശബ്ദം താഴ്ത്തി സീറ്റിൽ ചാരി കിടന്ന് ചോദിച്ചു. ആ ഇഷ്ടമായി. എന്നാലേ എനിക്ക് സാരിയാ ഇഷ്ടം. ഇതിൽ ഒന്നും പറ്റുന്നില്ല. കാഴ്ചയ്ക്ക് ഒരു രസവുമില്ല. ലക്ഷ്മി ചിരിച്ചു പോയി. ഒരു യെസ് പറഞ്ഞാൽ എന്താ? ആ നിമിഷം ഞാൻ നിന്നെ എൻ്റെ സ്വന്തമാക്കും. എത്രയോ പ്രാവശ്യമായി ചോദിക്കുന്നു. ഞാനും പറഞ്ഞല്ലോ സാർ. ഇനി വേണ്ട. അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു. കണ്ണുകൾ മുറുകെ അടയ്ക്കുമ്പോൾ ചുണ്ടിൽ കള്ളത്തരം നിറഞ്ഞ ചിരി. ഇവിടെ നിന്ന് നീ തിരികെ മടങ്ങുന്നത് അഭിമന്യുവിൻ്റെ പാതി പ്രാണനായി ആയിരിക്കും. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ റൂം എടുത്തു. അഫിക്ക് തൊട്ടടുത്താണ് ലക്ഷ്മിയുടെ റൂം. ചെന്ന് ഒന്ന് ഫ്രഷായി കിടന്നോ. ഫുഡ് വരുമ്പോൾ ഞാൻ വിളിക്കാം. ബാഗും വെച്ച് റൂം പോയി പുറത്തേക്ക് പോയി. റൂമിനുള്ളിലേക്ക് കയറി മുന്നേ ലക്ഷ്മി തിരിഞ്ഞ് അഫിയെ നോക്കി. യാദവിൻ്റെ തട്ടകമാണ് എന്ന പേടിയൊന്നും വേണ്ട. ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കൊണ്ടുവന്നതുപോലെ തിരികെ കൊണ്ടുപോകാനും അഭിമന്യുവിനെ അറിയാം. അവൾ തലകുലുക്കി മൂളി. ഡോർ ലോക്ക് വീണതും അഫി അവൻ്റെ റൂമിലേക്ക് കയറി. ലഞ്ച് കഴിക്കാൻ അവൻ്റെ കോൾ വന്നു. അഫിക്കൊപ്പം ആ റൂമിലിരുന്ന് ഫുഡ് കഴിച്ചു. ഈവനിങ് ആണ് മീറ്റിംഗ്. ലക്ഷ്മി വരുന്നുണ്ടോ അതോ ഇവിടെ റൂമിലിരിക്കുമോ? ഇല്ല, ഒറ്റയ്ക്ക് എനിക്ക് പേടിയാ. ഞാനും വരും. എന്നാ 3 o'clock ഇറങ്ങാം. റെഡിയായി നിൽക്കണം. പിന്നെ സാരി മതി. ഇന്ന് നിന്നെ അങ്ങനെ കാണാൻ ഒരാഗ്രഹം. അവൾ അവനെ നോക്കിയതേയില്ല. ആ സാരി ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു സീത. നമ്മൾ വന്നിട്ട് 3 ദിവസമായില്ലേ? നാളെ തിരികെ പോകില്ലേ? ലക്ഷ്മി ആകാംക്ഷയിലാണ്. അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നു. ഇവിടെ വന്നിരുന്നേ, പറയട്ടെ. ബെഡിൻ്റെ സൈഡിൽ തട്ടി. വേണ്ട, ഞാൻ പോവാ. നാളെ നമ്മൾ ആഗ്രയ്ക്ക് പോവാ. ഞാൻ ആദ്യമായാണ്. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ താജ്മഹൽ കാണാൻ മോഹം തോന്നിയത് ഈ സീതയെ കണ്ടതിന് ശേഷമാണ്. ലക്ഷ്മി ഡോറിൽ അമർത്തി പിടിച്ച് ചിരിച്ചു. അതിനർത്ഥം എന്നെ പ്രണയിക്കുന്നു എന്നല്ലേ? അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ റൂമിലേക്ക് മടങ്ങി. കുറച്ചു നേരം നിത്യയെ വിളിച്ച് സംസാരിച്ചു. സിദ്ധുവിനെ നൈറ്റ് വിളിക്കാം. 3 മണി ആകാറായി. ഒരു വാടാമല്ലി കളർ ഷിഫോൺ സാരി ബാഗിൽ നിന്ന് എടുത്തു. നിത്യ തന്നതാ. സാരി ചുറ്റി കണ്ണാടിക്ക് മുന്നിൽ നിന്നു. അങ്ങനെ ഇപ്പോൾ ഒന്നും കാണണ്ട. ഒരു സേഫ്റ്റി പിൻ എടുത്ത് ഇടുപ്പിലെ സാരി ഉയർത്തി വെച്ച് ബ്ലൗസിനോട് ചേർത്ത് പിൻ ചെയ്തു. ഇരു സൈഡിൽ നിന്നും കുറച്ച് മുടിയെടുത്ത് ക്ലിപ്പിട്ടു. ബാക്കി മുടിയെ വിടർത്തിയിട്ടു. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും വെച്ചു. പെട്ടെന്ന് ഡോറിൽ ഒരു മുട്ട്. അവൾ ഒരു നിമിഷം മൗനമായി. സാറാണേൽ കോൾ ചെയ്യും. ഇതാരാ? സീതാലക്ഷ്മി. അഫിയുടെ ശബ്ദം. ഈ രൂപത്തിൽ തന്നെ കാണുമ്പോഴുള്ള അവൻ്റെ ഭാവം കാണാൻ ആഗ്രഹമേറി. ലക്ഷ്മി ഓടിച്ചെന്ന് വാതിൽ തുറന്നു. അഫിയുടെ കണ്ണുകൾ വിടർന്നു പോയി. അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളായിരുന്നു ആ വേളകളിൽ അവൾ ആസ്വദിച്ചതും. അഫി റൂമിനുള്ളിലേക്ക് കയറിയതും ലക്ഷ്മി തല താഴ്ത്തി പിന്നിലേക്ക് നീങ്ങി നിന്നു. ലോക്ക് വീഴുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്.
എൻ്റെ സീത, ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ സാരി ചുറ്റാൻ പറഞ്ഞാൽ നീ ചുരിദാറിടും എന്ന് കരുതിയാണ് വന്നത്. സോ താങ്ക്സ് ഫോർ ദിസ് ഹാപ്പി മൊമെൻറ്റ്. അവൻ്റെ ശബ്ദം പോലും ആ പെണ്ണിനെ തളർത്തുന്നു. എന്താ സീത? അവളെ ചുറ്റി പിടിച്ച് അടുപ്പിച്ചതും ആ ശരീരത്തിലെ തണുപ്പിൽ അവനിലെ മോഹങ്ങൾ മുല്ലമൊട്ടുകൾ പോലെ വിരിഞ്ഞു. ഞാൻ സ്വന്തമാക്കട്ടെടി. ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. അവൻ്റെ കൈകൾ ഷോൾഡറിലൂടെ കഴുത്തിലേക്ക് നീങ്ങിയതും അവളൊന്ന് പുളഞ്ഞു. സാർ, വെപ്രാളത്തോടെ വിളിച്ചു. ഒരു എസ് പറഞ്ഞാൽ ഈ പരവേശത്തിൻ്റെ ആവശ്യമുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും ആഘോഷിക്കാമായിരുന്നു. ലക്ഷ്മിയുടെ മുഖം വീർത്തു. അവനെ പിന്നിലേക്ക് തള്ളി മാറ്റി. ഫസ്റ്റ് നൈറ്റ് വല്ലാത്ത മോഹമാണ്, നടക്കില്ല. അവൾക്ക് വാശി. ആണോ? നടത്തും, ഉടനെ. അവനും വിട്ടുകൊടുക്കാതെ പറയുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ ചുരുങ്ങി. വാ പോകാം. അവനൊപ്പം നടന്നു. ചേർന്ന് നടക്കുമ്പോൾ കൈകൾ തമ്മിൽ മുട്ടി ഉരുമി. അകലം വിട്ട് നടക്കാനൊരുങ്ങി അവളുടെ കയ്യിൽ വിരൽ കൊരുത്തു പിടിച്ചു. ഇനി നമ്മൾ ഇങ്ങനെ ആയിരിക്കും. അവൻ്റെ ഓരോ വാക്കിലും എന്തൊക്കെയോ അർത്ഥമുള്ളതുപോലെ. ഈ സാറെന്താ ഇങ്ങനെ? കാറിലിരിക്കുമ്പോൾ അവളുടെ ചിന്തകൾ അവൻ പറയാതെ പറയുന്ന വാക്കുകളുടെ അർത്ഥം തിരഞ്ഞു. ചിന്തിച്ച് കാട് കയറണ്ട, എല്ലാം പതിയെ മനസ്സിലാകും. അവൾ അവൻ്റെ കണ്ണിലേക്ക് മിഴികൾ ഊന്നി. അഭിമന്യു ചിന്തിക്കുന്നിടത്ത് ഒരിക്കലും സീതാലക്ഷ്മിക്ക് എത്താൻ കഴിയില്ല. ഡാഡി പറയും ഞാൻ ഒരു ബുദ്ധിരാക്ഷസനാണെന്ന്. അവൾക്ക് ചിരി വന്നു. ലക്ഷ്മി, എന്താടി ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ? ഭയങ്കര ബുദ്ധിയാ. ഒരു പരിചയമില്ലാത്ത രണ്ടുപേരെ ഒന്നിപ്പിച്ച് ചേർത്തു. അവർക്ക് സാറിനോട് ശത്രുതയുണ്ട്. നീ ഏത് ശത്രുക്കളെ പറ്റിയാ പറയുന്നത്? അഫി ചോദിച്ചു. യാദവ് എന്തായാലും ദിയെ കാണും. ഈ ബുദ്ധിരാക്ഷസനെ നേരിടാൻ അവർ ഒന്നാവും. അവൾ സങ്കടത്തോടെയാണ് പറഞ്ഞത്. അവൻ തലയെത്തിച്ച് ഡ്രൈവറെ നോക്കി. ലക്ഷ്മിയെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി. സാർ, ഡ്രൈവറുണ്ട്. പ്ലീസ് ഒന്ന് അടങ്ങ് ലക്ഷ്മി. ഡ്രൈവർക്ക് റോഡിലെ ട്രാഫിക്കിൽ ശ്രദ്ധിക്കാനേ നേരമുള്ളൂ. വയറ്റിലൂടെ ചുറ്റിപ്പിടിക്കുമ്പോൾ ലക്ഷ്മി തല താഴ്ത്തി അവൻ്റെ കയ്യിലേക്ക് നോക്കി. എനിക്ക് പേടിയില്ല ലക്ഷ്മി. അവർ ഒന്നാകട്ടെ. പക്ഷേ രണ്ടല്ല, അത് 4 ആവും. സാർ, അവൻ കണ്ണ് ചിമ്മി ചിരിച്ചു. കളിക്കുമ്പോൾ ഒരു ത്രില്ല് വേണം. അവരല്ലാതെ വേറെയും ശത്രുക്കളുണ്ടോ സാറിന്? എനിക്ക് പേടിയുണ്ട്. എന്തിന്? അഭിമന്യു തനിച്ചായിരിക്കില്ല. അവൻ അവളുടെ ചുവന്ന് കിടക്കുന്ന കവിൾത്തടത്തിൽ അമർത്തി ചുംബിച്ചു. യു ആർ ബ്ലഷിങ് സോ ക്യൂട്ട്. നീ എന്തിനാ എന്നെ ഓർത്ത് പേടിക്കുന്നേ? അഭിമന്യു ലക്ഷ്മിക്ക് ആരാ? ബോസ് മാത്രമല്ലേ? അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. അതെ, ബോസ് മാത്രമാണ്. എന്തിനാ ഈ ബോസ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ലക്ഷ്മി വീറോടെ ചോദിച്ചു. ഞാൻ നിന്നെ എന്തും ചെയ്യും. ആരും ചോദിക്കാൻ വരില്ലല്ലോ. വരും. ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു പറയും. പിന്നെ എൻ്റെ സിദ്ധൂട്ടൻ നിങ്ങളെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഇരിക്കുക. അവൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കും. ആണോ? അളിയനെ എനിക്കൊന്ന് കാണണം. നിന്നെപ്പോലെ ഇങ്ങനെ സുന്ദരൻ ചെക്കനാണോ? എന്നേക്കാൾ ഭംഗിയാ. പഠിക്കാൻ മിടുക്കനും. അവനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. എന്നാലും എൻ്റെ സിദ്ധൂട്ടൻ എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നത് അഭി ശ്രദ്ധിച്ചു. ലക്ഷ്മി പെട്ടെന്ന് സീറ്റിലേക്കിരുന്ന് വിൻഡോ വഴി പുറത്തേക്ക് നോക്കി. ഇടയ്ക്ക് സാരി തുമ്പ് പിടിച്ച് കണ്ണ് തുടയ്ക്കുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് ബിസിനസ് ഡീലിൽ സൈൻ ചെയ്തു. അവിടെ നിന്നിറങ്ങുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവനെ ചുറ്റി. അവർക്കൊപ്പം പൊട്ടിച്ചിരിയോടെ സംസാരിക്കുന്നവനെ നോക്കി അങ്ങനെ നിന്നു. ഡിന്നറും കഴിച്ച് തിരികെ മടങ്ങുമ്പോൾ 8 മണി കഴിഞ്ഞിരുന്നു. സീത, എൻ്റെ ഒരു ഫ്രണ്ടിന് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൻ എന്നെപ്പോലെയല്ല, ജെന്റിൽമാൻ. എന്തു പറയുന്നു? ആ, സമ്മതാണ്. പക്ഷേ ഈ ഫ്രണ്ട് വരുമ്പോഴും പോകുമ്പോഴും ഉമ്മ വെച്ചിട്ടുണ്ട്, അടുത്ത് കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് സമ്മതാണേൽ ഞാൻ ഓക്കെയാ. റൂമിലേക്ക് വേഗത്തിൽ നടന്നു. കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു 10 തലയുള്ള രാവണൻ. തിരിഞ്ഞ് അവൻ്റെ മുഖത്ത് നോക്കി ഉറക്കെ പറഞ്ഞു. എടി, എന്താ 10 തലയോ? അവളെ പിടിക്കാനായി മുന്നിലേക്ക് വന്നതും ലക്ഷ്മി റൂമിൽ കയറി ഡോറും അടച്ചു. എന്നെ സീതാലക്ഷ്മിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്താണ് ഒരു തടസ്സം? ആ ലക്ഷ്യം എന്താ? അച്ഛനെന്ന് പറഞ്ഞു. അമ്മ ആ പേര് പറഞ്ഞില്ലല്ലോ. സിദ്ധാർത്ഥിനെ കുറിച്ച് പറയുമ്പോൾ അവളിൽ ഒരമ്മയുണ്ട്. പക്ഷേ കണ്ണ് നിറഞ്ഞിരുന്നു. എന്തുകൊണ്ട്? അവൻ റൂമിലെ വിൻഡോ ഗ്ലാസ് നീക്കി മാറ്റി പുറത്തേക്ക് നോക്കി നിന്നു. താഴെ സ്വിമ്മിംഗ് പൂളാണ്. സിദ്ധൂട്ടാ, കേൾക്കുന്നുണ്ടോ മോനെ? അവൾ ഉറക്കെ ചോദിച്ചു. കോൾ കട്ട് ചെയ്തു. റേഞ്ച് കിട്ടാത്തതാണോ?
ഉച്ചയ്ക്ക് വിളിച്ചാൽ മതിയായിരുന്നു. ലക്ഷ്മി ഫോണും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. കോൾ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് നടന്നു. ബെല്ല് പോകുന്നു, പക്ഷേ സംസാരം മാത്രം കേൾക്കുന്നില്ല. പിറുപിറുത്തുകൊണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി. താഴേക്ക് നോക്കിയ അഫിയുടെ കണ്ണുകൾ ചുരുങ്ങി. സീതയല്ലേ, ഇവളെന്തിനാ താഴേക്ക് പോയേ? ഒരു വാക്ക് പറയാതെ, അഹങ്കാരി. പെട്ടെന്ന് അഫിയുടെ കോൾ വന്നു. നീ എന്തിനാടി താഴെ പോയേ? റൂമിലേക്ക് പോകാൻ നോക്ക്, അവൻ കടുപ്പത്തിൽ പറഞ്ഞു. അത് സാർ, റൂമിൽ റേഞ്ച് പ്രോബ്ലം. വീട്ടിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ പ്രശ്നമില്ല, ഞാൻ സംസാരിച്ചിട്ട് പെട്ടെന്ന് പോയിക്കോളാം. അവൾ ചുറ്റിനും കറങ്ങി നോക്കി. ശരി. സാർ എവിടെ നിൽക്കുക? എൻ്റെ റൂമിൻ്റെ വിൻഡോ ഭാഗത്ത് നോക്കി. അവൾ തല ഉയർത്തി നോക്കി ചിരിച്ചു. പെട്ടെന്നാവട്ടെ, ഒരുപാട് നേരം ഒറ്റയ്ക്ക് നിൽക്കണ്ട. ഗൗരവത്തോടാണേലും അവൻ്റെ ചേർത്ത് പിടിക്കലും സ്നേഹവും കരുതലും ആ ശബ്ദത്തിലുണ്ട്. താങ്ക് യു സാർ. അവിടെ സെറ്റ് ചെയ്ത വുഡൻ ബെഞ്ചിലിരുന്ന് വീട്ടിൽ വിളിച്ച് കുറച്ചു നേരം സംസാരിച്ചു. സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കിയതും വല്ലാത്ത പേടി തോന്നി. ദൈവമേ, ഇവിടെയാണോ വന്നിരുന്നത്? വിറയലോടെ കണ്ണടച്ചു. സിദ്ധുവിനെ പ്രസവിച്ച് കിടന്നപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി. ഡോക്ടറെ കാണിച്ചു. ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇങ്ങനെ ഉണ്ടാവും അത്രേ. പക്ഷേ ഒരു ദിവസം അമ്മ കിണറ്റിൽ. ഞാനാണ് ആദ്യം കണ്ടത്. അതിനുശേഷം നിറഞ്ഞ വെള്ളം കിടക്കുന്നത് കണ്ടാലേ പേടിയാ. പതിയെ എഴുന്നേറ്റ് സാരിയും ഒതുക്കി പിടിച്ച് സ്വിമ്മിംഗ് പൂളിന് കുറച്ച് അകലം വിട്ട് നടന്നു. ലക്ഷ്മി. വല്ലാത്തൊരു പേടി ശരീരത്തെ പൊതിയുമ്പോൾ അഫി ഉറക്കെ വിളിച്ചു. അവൾ കേട്ടതുമില്ല. ഒരു കറുത്ത രൂപം അവളുടെ പിന്നിൽ. പെട്ടെന്ന് ആ മുഖം മൂടി ലക്ഷ്മിയെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. സീത. അവൻ കയ്യിലിരുന്ന ഫോൺ വലിച്ചെറിഞ്ഞു. അത് നേരെ ബെഡിലേക്ക് വീണു. പ്രാണൻ പോകുന്ന വേദനയിൽ അഫി ഓടുകയായിരുന്നു. ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ശരീരത്തിലാകെ ഒരു വേദന. ഇന്നോളം ഇങ്ങനൊരു പേടി ഉണ്ടായിട്ടില്ല. അവൾക്ക് നീന്താൻ അറിയോ? ലിഫ്റ്റിൽ നിന്നിറങ്ങി സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് ശരവേഗത്തിൽ ഓടി. പൂളിലേക്ക് എടുത്തു ചാടി. ലക്ഷ്മിയെ കയ്യിൽ വാരിയെടുത്ത് കരയിലേക്ക് കിടത്തുമ്പോൾ സെക്യൂരിറ്റിയും കുറച്ച് പേരും ഓടി വന്നു. എന്താ സാർ, എന്തു പറ്റിയതാ? കാൽ വഴിക്ക് വീണതാണോ? സെക്യൂരിറ്റി ചോദിച്ചു. അവനൊന്നും കേട്ടതേയില്ല. വയറ്റിൽ കൈവച്ച് അമർത്തിയതും വെള്ളം വായിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഡോക്ടറുണ്ടോ? പെട്ടെന്ന് അഫി ചോദിച്ചു. ആ, ഇവിടെ ഉണ്ട് സാർ, ഞാൻ ചെന്ന് വിളിക്കാം. സെക്യൂരിറ്റി പോയി. CPR കൊടുത്തു നോക്കൂ, ആരോ പിന്നിൽ നിന്നും പറഞ്ഞു. അവൻ തല താഴ്ത്തി ചുണ്ടിൽ ചുണ്ടടിപ്പിച്ചു. നിമിഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി ഒന്ന് ചുമച്ചു. കണ്ണുകൾ തുറക്കാൻ തുടങ്ങിയതും അവൻ അകന്നു മാറി. സീത. എന്താടി, ശ്രദ്ധ വേണ്ടേ? അത് എന്നെ ആരോ. അവൾ വിക്കുന്നുണ്ട്. ഒന്നും പറയാൻ കഴിയുന്നില്ല. വാ, റൂമിൽ പോകാം. അവളെ ഇരു കൈയിലും വാരിയെടുക്കുമ്പോൾ എതിരൊന്നും പറഞ്ഞില്ല. അഫിയുടെ റൂമിലേക്ക് കയറുമ്പോഴും അവളിൽ മൗനമാണ്. അവൻ്റെ അരികിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വം മറ്റെവിടെയും കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ മരണത്തിനും ജീവിതത്തിനും ഇടയിലെ കുറച്ച് നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ശരീരം വിറച്ചു. ഇവിടെ കിടന്നോ, ഡോക്ടർ ഇപ്പോൾ വരും. ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഞാൻ റൂമിലേക്ക് പോട്ടെ? അഫി അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് റൂം ബോയ് കൊണ്ടുവന്ന് കൊടുത്ത അവളുടെ റൂമിൻ്റെ കീ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു. ഇവിടെ കിടന്നാൽ മതി, ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങില്ല. ഒരു ടവലെടുത്ത് അരികിൽ വന്നിരിക്കുന്നവനെ നോക്കാതെ തല താഴ്ത്തി. അഫിയാണ് തല തുവർത്തി കൊടുത്തത്. നനഞ്ഞു കുതിർന്ന തന്നിൽ അവൻ്റെ കണ്ണുകൾ സ്പർശിക്കുന്നില്ല എന്നതായിരുന്നു അവളിലെ അത്ഭുതം. സീത, എന്നെ എന്തിനാടി ഇങ്ങനെ? ആദ്യമായി രാവണൻ്റെ വിങ്ങലോടെയുള്ള സ്വരം കേട്ടു. സാർ, ഞാനൊന്നും, എൻ്റെ പിന്നാലെ ആരോ ഉണ്ട്, അവനെന്നെ കൊല്ലും. അഫി അവളെ വാരി പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. അവൻ്റെ പാൻറ്റും ടീഷർട്ടും ധരിച്ച് പരിങ്ങി പരിങ്ങി ചുവരിൽ ചാരി നിൽപ്പുണ്ട് ലക്ഷ്മി. എന്താടി, കിടക്കുന്നില്ലേ? വാ. അവൻ ബെഡിൻ്റെ സൈഡിലേക്ക് നീങ്ങി. അത് വേണ്ട, ഒരു ഷീറ്റ് തന്നാൽ മതി, ഞാൻ നിലത്ത് കിടന്നോളാം. ആ, തരാം, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് കിടക്കാം. നീ നിലത്തും ഞാൻ ബെഡിലും. അത് ശരിയാവില്ല. അവൾ കണ്ണും തള്ളി നിന്നു. വന്ന് കിടക്കടി, നാളെ രാവിലെ പോകാനുള്ളതാ. മനസ്സില്ലാ മനസ്സോടെ ബെഡിൻ്റെ ഒരു സൈഡിലിരുന്നു. അഫി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ബെഡിലേക്ക് കിടത്തി. അവൾ അവനെ നോക്കാതെ പുറം തിരിഞ്ഞു കിടന്നു. ഇത്രയൊക്കെ ആയില്ലേ, കല്യാണം കഴിച്ചാലോ? ചെവിയിൽ ചുണ്ടടിപ്പിച്ചു പറഞ്ഞു. ലക്ഷ്മി പെട്ടെന്ന് അവനെ തള്ളി മാറ്റി ബ്ലാങ്കറ്റ് എടുത്ത് തലവഴിയെ പുതച്ചു. അഫി ഉറക്കെ ചിരിക്കുന്നുണ്ട്.
രാത്രിയിൽ ഫോൺ ശബ്ദിച്ചു. അഫി ആ കോൾ കട്ട് ചെയ്തു. വീണ്ടും തുടരെ തുടരെ കോൾ വന്നു. അവൻ എഴുന്നേറ്റു. ചരിഞ്ഞു കിടന്ന് സുഖമായി ഉറങ്ങുന്നവളെ നോക്കി. പേടിച്ചു പോയി. പാവം, അവൾ പറഞ്ഞത് ശരിയാ. ഉറങ്ങിയാൽ പിന്നെ ആകാശമിടിഞ്ഞ് താഴെ വീഴുന്ന ശബ്ദം കേട്ടാലും ലക്ഷ്മി ഉണരില്ല. എന്താടാ ആരവേ, അമ്മയ്ക്ക് വയ്യേ? അഫി വെപ്രാളത്തിൽ ചോദിച്ചു. അല്ല, അത് ഒരു കാര്യം പറയാൻ. അഭിമന്യുവിന് ദേഷ്യം വന്നു. ഈ 4 മണി സമയത്ത് നിനക്ക് എന്ത് കാര്യമാ പറയാനുള്ളത്? വെച്ചിട്ട് പോടാ. അഫി, കോൾ കട്ട് ചെയ്യല്ലേ. ലക്ഷ്മി നിന്റെ റൂമിലുണ്ടോ? അവൻ ഞെട്ടിപ്പോയി. എടാ അഫി, നിന്റെ റൂമിന് പുറത്ത് മീഡിയ മൊത്തം ഉണ്ട്. ന്യൂസ് ലൈവാണ്. ലക്ഷ്മി എൻ്റെ ഒപ്പമുണ്ട്. ഇത് ചതിയാ അഫി. എങ്ങനെ രക്ഷപ്പെടും? നമ്മുടെ കമ്പനിയെയും നിന്നെയും നാറ്റിക്കാൻ ചെയ്ത പണിയാ. അങ്കിളും ആദിയും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നീ എന്തായാലും നേരം പുലർന്നിട്ട് ഡോർ തുറന്നാൽ മതി. അപ്പോഴേക്കും അവരെത്തും. ഡാഡിയും ആദിയും വന്നിട്ട് എന്തെടുക്കാനാ? നീ ഫോൺ വെച്ചോ, ഇത് ഞാൻ നോക്കിക്കോളാം. അഫി ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. ഫ്രഷായി ഇറങ്ങുമ്പോഴും അവൾ നല്ല ഉറക്കാണ്. തല താഴ്ത്തി ലക്ഷ്മിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. സീത കവിളിൽ തട്ടി വിളിച്ചു. അവൾ കണ്ണുകൾ തുറന്നു. പോകണ്ടേ നമുക്ക്? ഞാൻ വരുന്നില്ല സാർ, ഒട്ടും വയ്യ. അവൻ പുഞ്ചിരിയോടെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പോയി ഡ്രസ്സ് മാറി വാ. സാരി ഉണങ്ങിക്കിടക്കുക. ഇപ്പോഴത്തേക്ക് അത് മതി. അവളെ വാഷ്റൂമിലേക്ക് കയറ്റി. നിമിഷ നേരം കൊണ്ട് 2 പേരും റെഡിയായി ഇറങ്ങി. സാർ, എൻ്റെ ബാഗ് റൂമിലിരിക്കുക. ഞാനത് പോയി എടുത്തിട്ട് വരട്ടെ? എടുക്കാം. ആദ്യം പുറത്തേക്ക് ഇറങ്ങാം. വെയിറ്റ് ചെയ്യുന്നവരെ മുഷിയിപ്പിക്കുന്നത് ശരിയല്ല. അവൾ സംശയത്തിൽ നിന്നു. എന്താടി, വാ. അവളുടെ തോളിലൂടെ കൈയിട്ട് ഡോർ തുറന്നു. മുന്നിൽ ക്യാമറ. ലക്ഷ്മി പേടിച്ചു പോയി. സാർ, എന്താ ഇതൊക്കെ? അവൻ അവളെ ഒന്നുകൂടി മുറുകെ പിടിച്ചു. കൊള്ളാം കൊള്ളാം, എന്തൊക്കെയാ ഇത്? ദ ഗ്രേറ്റ് അഭിമന്യു വർമ്മ നാട്ടിൽ നിന്ന് PS-നെയും കൂട്ടി മുംബൈക്ക് വന്നത് ഇതിനാണല്ലേ? നാട്ടിലെ പേരും പ്രശസ്തിയും നഷ്ടമാകാതിരിക്കാൻ ഈ മാർഗം തന്നെയാ നല്ലത്. കൈ കൊട്ടി ചിരിച്ചുകൊണ്ട് യാദവ് മീഡിയക്കാരെ വകഞ്ഞു മാറ്റി മുന്നിലേക്ക് വന്നു. അഫി അവനെ നോക്കി നിന്നു. സ്റ്റാഫ് ചെയ്താൽ ഓഫീസിൻ്റെ മാനം പോകും. പക്ഷേ സാറ് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. കോടീശ്വരന്മാർക്ക് എന്തോ ആവാമല്ലോ. അതിന് ഉരുമ്പെട്ട് ഒരു ടീം ഇറങ്ങി തിരിച്ചേക്കുമല്ലേ. ദിയയുമുണ്ട് യാദവിന് പിന്നാലെ. ലക്ഷ്മി കരച്ചിലോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. എത്രയാ റേറ്റ്? ദിയയുടെ ചോദ്യം. അഫിയുടെ കൈ അവളുടെ കവിളിന് നേർക്ക് 2 തവണ ഉയർന്നു താഴ്ന്നു. മീഡിയാസ് ഒന്നുവിടാതെ ഒപ്പിയെടുക്കുന്നുണ്ട്. ഇവളെ എൻ്റെ പെണ്ണ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നവൾ. അവളോട് അങ്ങനെ ചോദിക്കാൻ നീ ആരാ? അല്ലേലും നിനക്കെന്ത് യോഗ്യതയാ ഉള്ളത്? ഓ, ഒരു റൂമിൽ നിന്ന് പിടിക്കപ്പെട്ടപ്പോൾ കല്യാണം വരെ എത്തിയോ? ഇത് കൊള്ളാം. എങ്ങനെയും മാനം രക്ഷിക്കണമല്ലോ. അഭിമന്യുവിന് അപാര ബുദ്ധിയാ, യാദവ് പറഞ്ഞു. ആദിയും വർമ്മയും ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച. അവർ രണ്ടും അന്തം വിട്ട് നിന്നു പോയി. അയ്യോ മോനെ ആദി, എല്ലാം കൈവിട്ടു പോകുന്ന ലക്ഷണമുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങളുടെ ന്യൂസ് ലൈവായി പോവുകയാണല്ലോ. ഇപ്പോൾ ഈ നിമിഷം സീതാലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ ഒരുക്കമാ. ലക്ഷ്മി പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അകന്നു മാറി. അഫി പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. അച്ഛാ, ഇത് വെൽ പ്ലാൻഡ് ആണ്. അഭിമന്യു കളി തുടങ്ങിയതാ. ഇതിപ്പോൾ മമ്മയുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആദി പറഞ്ഞതും വർമ്മ ചിരിച്ചു. ഷോ, എൻ്റെ മോനെ അവൻ. ആ തല നിറച്ച് എൻ്റെ ബുദ്ധിയാ. വർമ്മ അഭിമാനത്തോടെ ഷർട്ടിൻ്റെ കോളർ ഉയർത്തി. അമ്മയുടെ മുന്നിലും ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കണം. അയാൾ വായ പൊത്തിപ്പിടിച്ചു. മഞ്ഞ ചരടിൽ കൊരുത്ത ആലിലെ താലി അവൻ കയ്യിലേക്ക് എടുത്തതും യാദവും ദിയയും വായ തുറന്ന് കാറ്റ് പോയതുപോലെ നിന്നുപോയി. സീത, ഷാലൈ, ഐ ലവ് യു സോ മച്ച്. കഴുത്തിലേക്ക് ചേർത്ത് വെച്ച താലി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ശരീരം കല്ലുപോലെയായി. നോ, ഡോൺ ക്രൈ. അവളുടെ മുഖം 2 കൈയിലും വാരിയെടുത്തു. സിന്ദൂരം ഇപ്പോൾ ഇല്ലല്ലോ സീത, നാട്ടിൽ പോട്ടെ. പകരം അവൻ്റെ ചുണ്ടുകൾ സീമന്തരേഖയിൽ പതിച്ചതും അവളൊന്ന് ഉയർന്നു പോയി. ആദി പെട്ടെന്ന് കാറിനടുത്തേക്ക് ഓടി ഡാഷ്ബോർഡിൽ കിടന്നത് എടുത്തു. അച്ഛാ, ഇത് അവൻ്റെ കയ്യിൽ കൊടുക്ക്. അഫി. വർമ്മ ഇലചീന്തിലെ ചന്ദനവും സിന്ദൂരവും അവന് മുന്നിലേക്ക് നീട്ടി.
ഡാഡി. അയാൾ കണ്ണ് ചിമ്മി ചിരിച്ചു. ചന്ദനം അവളുടെ നെറ്റിയിലേക്ക് തൊട്ടുകൊണ്ട് ഒരു നുള്ളു സിന്ദൂരം എടുത്ത് ദൂരെ നിൽക്കുന്ന ആദിയാണ് നോക്കിയത്. അവിടെ എന്നത്തെയും പോലെ ചിരിയാണ്. ആ ചിരിയിലാണ് അവൻ്റെ സ്നേഹവും വാത്സല്യവും ഉള്ളതെന്ന് അഫിക്കറിയാം. നീട്ടി വരച്ച സിന്ദൂരം, സീതാലക്ഷ്മി, അവൻ്റെ പാതിയായ ശുഭനിമിഷം. പ്രമുഖ ബിസിനസ്സുകാരൻ അഭിമന്യുവിൻ്റെ വിവാഹം ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് റിപ്പോർട്ടേഴ്സ്. ഇന്ദുജ ന്യൂസ് കണ്ട ദേഷ്യത്തിൽ കയ്യിലിരുന്ന റിമോട്ട് എടുത്ത് TV-ക്ക് നേരെ വീശിയെറിഞ്ഞു. അത് ചിന്നിച്ചിതറി. ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നു. ബന്ധുക്കളും ഫ്രണ്ട്സും ന്യൂസ് കണ്ട് വിളിക്കുവാണ്. അവർ ഒരു ഭ്രാന്തിയെ പോലെ ഉറക്കെ അലറി. സെർവൻസ് എല്ലാം പേടിച്ചു പോയി. ടേബിളും ഫോണും കണ്ണിൽ കണ്ടതെല്ലാം എറിഞ്ഞുടച്ചു. വരട്ടെ, കൊണ്ടുവരട്ടെ, അകത്തമ്മയായി വാഴിക്കാൻ ഞാൻ. എൻ്റെ നെഞ്ചിൽ ചവിട്ടിയായിരിക്കും അവൾ ഈ പടി ചവിട്ടുന്നത്, ഞാൻ മരിച്ചതിന് ശേഷം.